അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഫീറിന് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതെ, ആഷി ഉസ്താദ് പറഞ്ഞ ആ കാര്യം ആലോചിച്ചിട്ട് അതെ സഫീർ ആലോചിച്ചു. അവളെ റിസ്വാന വക്കീൽ നല്ല പെണ്ണാണ്, ദീനിയായ പെണ്ണാണ്, എല്ലാം കൊണ്ടും ഏറ്റവും നല്ലത് തന്നെയാണ്. അവളെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. എൻ്റെ മനസ്സിൽ ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അതവൾക്ക് തിരിച്ചും എന്നോടും ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു പോയി. സത്യം പറഞ്ഞാൽ ആഷി ഉസ്താദിനെ കെട്ടിപ്പിടിച്ചൊന്ന് ചുംബിക്കണമെന്ന് വരെ തോന്നിപ്പോയി. അത് കാരണം എൻ്റെ ആഷി ഉസ്താദിനെ ഞാൻ പരിചയപ്പെട്ടത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയതും അനുഭവം ഉണ്ടായതും ഒക്കെ. എന്നാൽ സഫീറിനെ ആഷിയോട് കൂടുതൽ എന്തൊക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന അതെ ആ പൂന്തോട്ടത്തിലേക്ക് നോക്കിയിരിക്കുന്ന സഫീറെ ആഷി അവൻ്റെ തോളിൽ വന്ന് കൈവച്ചു. സഫീർ, എന്താ നമ്മൾ രണ്ടുപേരും ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനെന്ന് പറഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ട് എന്തോ ഒറ്റയ്ക്ക് ആലോചിച്ചിരിക്കുന്നത്? എന്നാൽ സഫീറിൻ്റെ മുഖത്ത് കണ്ട ആ ഒരു പുഞ്ചിരി ആഷിയുടെ മുഖത്തും പെട്ടെന്ന് പ്രതിഫലിച്ചു. സഫീർ, നീ സന്തോഷിക്കടാ, ഒരുപാട് ദുഃഖിച്ചതല്ലേ? അതെ, ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ പേരിൽ ജയിലിലടക്കപ്പെട്ടതല്ലേ നീയെ? അതെ, ഒരു തെറ്റും ചെയ്യാതെ അതൊക്കെ നമ്മുടെ വക്കീൽ കണ്ടറിഞ്ഞിട്ടുണ്ടേ. അതെ, നീ എത്രമാത്രം വിഷമിച്ചു, നിരപരാധിയായ നീ വിഷമിച്ചെങ്കിലേ അതിനുള്ള പ്രതിഫലം പടച്ച റബ്ബ് നിനക്ക് തന്നിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നിൻ്റെ മനസ്സെന്ന് വെച്ചാൽ അത് വളരെയധികം ലോലമായതാണ് സത്യമായിട്ടും. പിന്നെ ഒരു കാര്യം, ഇൻഷാ അല്ലാഹ് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഒരുമിച്ച് കാണാൻ. സത്യമായിട്ട് എൻ്റെ മനസ്സത്തൊരു ആഗ്രഹമാണ്. എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ നിന്നെ കാണുന്നത്. അതെ, ഞാൻ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി റിസ്വാന, അവൾക്ക് പറ്റിയ ഇണ തന്നെയാണ് എൻ്റെ സഫീറെ നീയെ. സത്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്നാൽ ആഷിയുടെ മുഖത്തേക്ക് നോക്കി സഫീർ ഒന്ന് വിതുമ്പി. എന്തു പറ്റി? എല്ലാം ശരിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവളെ, ഒത്തിരി ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു കാര്യം പറയാണ്ട്. എൻ്റെ വീട്ടുകാർ അത് എതിർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ ഉമ്മാക്കും എൻ്റെ ജ്യേഷ്ഠനും ഒരിക്കലും ഇഷ്ടപ്പെടില്ല, അവർ തകർക്കാനേ ശ്രമിക്കുള്ളൂ. എന്നാൽ ആഷി ഉസ്താദ് പറയുന്നു, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നീ നിൻ്റെ ഉമ്മാക്കൊന്ന് ബിസ്മില്ലൊന്ന് വിളിച്ച് നോക്ക്. ആദ്യം പടച്ച റബ്ബിനോട് പറയാം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആദ്യം അള്ളാഹുവിനോട് പറയാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നീ ഒന്ന് വിളിച്ച് നോക്ക്. വിളിച്ച് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നീ ഒന്ന് ഉമ്മയോട് വിളിച്ച് പറഞ്ഞു നോക്ക്. ഉമ്മയല്ലടാ, ഉമ്മ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ കഴിയുമ്പോൾ അതെ മനസ്സലിയും. അവരെത്രയൊക്കെ തന്നെ നമ്മളെ ഉപദ്രവിച്ചാലും ചീത്ത പറഞ്ഞാലും പെറ്റ ഉമ്മമാർക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു സ്നേഹം ഉണ്ടാവും. ആ ഒരു സ്നേഹം ബാക്കി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ എന്തൊക്കെ തന്നെയായാലും ഒന്ന് വിളിച്ച് നോക്ക്. വിളിച്ചിട്ട് കാര്യങ്ങൾ പറയേ. അതെ കേട്ടോ, എന്തൊക്കെ തന്നെയായാലും തീർച്ചയായും ഉമ്മ സമ്മതിക്കും. നീ വിളിച്ച് നോക്ക്. എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ ഭയമാണ് വന്നത്. ആഷി ഉസ്താദേ, നിങ്ങളങ്ങനെ പറയല്ലേ, ഒരിക്കൽ പോലും എൻ്റെ ഉമ്മ സപ്പോർട്ടല്ല, അതിനൊന്നും ഒരിക്കലും ഉമ്മ സമ്മതിക്കില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. സത്യമായിട്ടും അങ്ങനെ പറയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞേക്ക്. എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ ഉമ്മയുടെ മുഖം വന്നു. അത് തന്നെ ചീത്ത പറയുന്ന ഉമ്മയുടെ മുഖം, എപ്പോഴും ജസീറിൻ്റെ ഭാഗം സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മയുടെ മുഖം, അതാണ് അവനക്ക് ഓർമ്മ വന്നത്. അവനക്ക് ശരിക്കും ഭയം തോന്നി. എൻ്റെ റബ്ബേ, അല്ലാ, എനിക്കറിയില്ല റബ്ബേ, പഠിച്ചോനെ, ഞാൻ എന്താ റബ്ബേ ചെയ്യാ, എനിക്കറിയുന്നില്ലല്ലോ. എന്നാൽ അവൻ്റെ മനസ്സിലുള്ള ആ ഒരു ഭയം അത് ഉമ്മയെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന ഓർമ്മകളിലേക്ക് പോയി. എടാ സഫീർ, ഇറങ്ങിപ്പോ എൻ്റെ കൺമുമ്പിൽ നിന്ന്. ഓനൊരു പഠിത്തക്കാരൻ വന്നിരിക്കുന്നു, ഒരു ദീനീയായ ആള്, എന്താന്നില്ലേ, ഇറങ്ങിപ്പോടാ. എന്നോട് നീ യാത്രയൊന്നും ചോദിക്കണ്ട, നീ പോയാലെന്ത് വന്നാലെന്ത് എനിക്കെന്താ, ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. വേണ്ടാത്ത ഓരോന്നിന് വലിയ ദീനിയായ ആള്, മറ്റവളെ രക്ഷിക്കാനും മറ്റവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മറ്റവളെ കൗൺസിലിംഗ് കൊണ്ടുപോകാനും അവൻ ഉഷാറാണ്. എന്താ സാധനമെന്നോ? ആ വാക്കുകളെല്ലാം അവൻ ഓർത്തു. എന്നാൽ സഫീർ ഉമ്മയോട് പറയണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഉമ്മയോട് പറഞ്ഞാൽ ഇനി എന്തായിരിക്കും എന്നുള്ള ആ ഒരു ഭയമുണ്ട്.
ആശി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഉമ്മയോട് ഉമ്മയോട് ധൈര്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും ഉമ്മ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞാനില്ലേ കൂടെ, ഞാൻ പറഞ്ഞോളാം ഉമ്മാനോട്. ഏയ് വേണ്ട ആശിസ്താദെ, വേണ്ട, അല്ലെങ്കിൽ ഉമ്മാക്ക് എന്നോട് ദേഷ്യമാണ്, ഒരിക്കലും വേണ്ട ആശിസ്താദെ, പ്ലീസ് അത് പറയാൻ നിൽക്കണ്ട. ശരിക്കും വല്ലാത്ത ഒരു ആഗ്രഹമുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ, എന്തെന്നറിയില്ല. ഇതുവരെ മനസ്സിനുള്ളിൽ പേടിയും ബേജാറും ടെൻഷനായിരുന്നു. പക്ഷേ റിസ്വാന വക്കീൽ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നുകൂടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരാഗ്രഹം. അത് സഫീറിൻ്റെ മനസ്സ്, മുഖം എല്ലാം ഇപ്പോൾ കാണുമ്പോൾ തന്നെ ആശി ഉസ്താദിന് മനസ്സിലാകുന്നുണ്ട്. വളരെയധികം മനോഹരമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്ലാമറാണ്, ഒരു റോസ് കളറാണ് നമ്മുടെ സഫീർ. പക്ഷെ ഒന്നുകൂടെ ആ പുഞ്ചിരിയിലൊക്കെ വല്ലാത്തൊരു മനോഹാരിത തോന്നിപ്പോയി ആശി ഉസ്താദിന്. ആശി ഉസ്താദ് സഫീറിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, മാഷാ അല്ലാഹ്, നീ കൂടുതൽ മനോഹരമായിരിക്കുന്നു. തീർച്ചയായും ഉമ്മയോട് പറയണം, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നടത്തണം. സത്യമായിട്ടും എനിക്കത് കാണണടാ, എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം കൊണ്ടാണ് ഉസ്താദേ. അത് നിങ്ങൾ അതെ ശരിയാണ്, ഹാദ്യ ഉണ്ടല്ലോ എനിക്ക്, അവളിനിപ്പോൾ കാലുകൊണ്ട് വയ്യെങ്കിലും അവളെ ഞാനങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാ, അതെ ഇവിടെ നിന്ന് എത്തിയിട്ട് നിക്കാഹ് ചെയ്യണം, അതെനിക്കുണ്ട് മനസ്സിലാഗ്രഹം. ഇനി അതിലൊരു മാറ്റമില്ല. പക്ഷെ അതിനു മുമ്പായിട്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അത് നിങ്ങളെ രണ്ടുപേരും ഒന്ന് ഒരുമിപ്പിക്കുക എന്നുള്ളതാണ്. അതെ, റിസ്വാന വക്കീലിന് മറ്റൊരു കല്യാണം അവർ നോക്കുന്നതിന് മുമ്പായിട്ട് ഇത് സെറ്റാക്കണം. തീർച്ചയായും നല്ലൊരു ബന്ധം തന്നെയാണ്, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച തന്നെയാണ്. എല്ലാം കൊണ്ടും വളരെയധികം മനോഹരമായിട്ടുള്ള രീതികൾ തന്നെയാണ്. രണ്ടുപേരും ഒത്തുകഴിഞ്ഞാൽ അതെ ഈ ഭൂമിയിൽ നല്ലൊരു സ്വർഗം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സാണ്. അതെ, സത്യം വിജയിക്കണം, സത്യത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും. തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണ നിങ്ങളുടെ മേൽ വർഷിക്കും. ആശി ഉസ്താദ് ഈ കാര്യങ്ങളെല്ലാം സഫീറിനോട് പറയുകയാണ്. എന്നാൽ സഫീർ എല്ലാം കേട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പറയുമ്പോൾ അത് മാത്രമാണ് വല്ലാത്തൊരു ടെൻഷനായിട്ട് തോന്നുന്നത്. ആശിയോട് പറഞ്ഞു, എടാ നടക്കുമോ വല്ലതും? പിന്നെന്താ നടക്കും, ഞാൻ പറഞ്ഞില്ലേ, ആദ്യം അള്ളാഹുവിനോട് പറയാം. അതെന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ, ആദ്യം പടച്ച റബ്ബിനോട്, പിന്നീട് നമ്മൾ സൃഷ്ടികളോട് പറയാം. നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് ആദ്യം പറയുക. നമ്മുടെ സഫീർ അതാ ഉമ്മാക്ക് വിളിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ട്. ഏയ് എന്താ ഇത്, ധൈര്യമായിട്ട് വിളിക്കേ. എന്നാൽ ഒരു നിമിഷം ഫോണെടുത്ത് ഉമ്മ എന്നുള്ള ആ നമ്പറിലേക്ക് അതാ വിളിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. ആശി ദുആ ചെയ്യടാ, നീ അള്ളാഹുവിനോട് പറഞ്ഞോ, ആദ്യം പടച്ചവനോട് പറയാം. എന്നിട്ട് എന്തായാലും ഉമ്മ സമ്മതിക്കാതിരിക്കില്ല, ധൈര്യമായിട്ട്. ഇനി അഥവാ അതിൽ പരാജയപ്പെട്ടാലും ഞാനുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സെറ്റാക്കാം, നീ വിഷമിക്കല്ലേ, നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം പറയും. എന്നാൽ നമ്മുടെ സഫീർ അതാ പ്രിയപ്പെട്ട ഉമ്മാക്ക് വിളിക്കുകയാണ്. അള്ളാഹു എൻ്റെ ഉമ്മാക്ക് ദേഷ്യം ഉണ്ടാവരുതേ അല്ലാ, എൻ്റെ ഉമ്മ എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നുള്ള ദുആയുമായി അതാ ഉമ്മാക്ക് വിളിക്കുകയാണ്. ഉമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അവൻ്റെ കൈകാലുകൾ വിറച്ചു പോയി. എന്താ സഫീർ, ഇത് ഉമ്മാക്കല്ലേ വിളിക്കുന്നത്, വേറെ ആർക്കുമല്ലല്ലോ, എന്താ ഇത്ര പേടി? എന്നാൽ സഫീറിനോട് പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു. അത് ശരിയാണ്, ഉമ്മാക്കാണ് വിളിക്കുന്നത്. പക്ഷേ എൻ്റെ ഉമ്മ എല്ലാവരെയും പോലെയല്ല. സത്യമായിട്ടും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കിതിൻ്റെ ബാക്കി കാര്യം നാളെ കാണാം കേട്ടോ. സഫമോളെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കുറച്ച് കഥ വിടട്ടെന്ന് വിചാരിച്ചിട്ട് വിട്ടതാണ്. ഇൻഷാ അല്ലാ ഞാൻ അതിൻ്റെ ബാക്കി ഭാഗം നാളെ വിടാം. എന്തായിരിക്കും നമ്മുടെ സഫീർ ഉമ്മയ്ക്ക് വിളിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ എന്താ പറയുക ഉത്തരം? ഉമ്മ ദേഷ്യപ്പെടുമോ അതോ ഉമ്മ സമ്മതിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതായത് എന്തൊക്കെ തന്നെയായാലും നമുക്ക് സഫീറിനെയും റിസ്വാന വക്കീലിനെയും ഒരുമിപ്പിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.